നമസ്കാരം. ഇന്ത്യയെ തൊട്ടാൽ ബംഗ്ലാദേശിനെ തകർക്കും. ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന ബംഗ്ലാദേശിന് ഇതൊരു മുന്നറിയിപ്പാണ്. ഇന്ത്യയെ തൊട്ടാൽ കളി മാറും. ബംഗ്ലാദേശിന് റഷ്യ നൽകിയ ആ രഹസ്യ മുന്നറിയിപ്പാണ് വലിയ ചർച്ചയാകുന്നത്. ദക്ഷിണേഷ്യ ഇന്ന് കടുത്ത ആഭ്യന്തര അസ്ഥിരതകളും പരസ്പര സംശയങ്ങളും ഭൗമരാഷ്ട്രീയ ശക്തികളുടെ ഇടപെടലുകളും ഒക്കെ ചേർന്നൊരു അതിസൂക്ഷ്മമായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങളെക്കുറിച്ച് റഷ്യ സ്വീകരിച്ച ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാട് മേഖലയിലെ ശക്തി സമവാക്യങ്ങളിൽ നിർണായക പ്രാധാന്യം നേടുകയാണ് എന്ന് പറയാം. ബംഗ്ലാദേശിൽ നടത്തിയ പരസ്യ പ്രസ്താവനയിൽ ബംഗ്ലാദേശിലെ റഷ്യൻ അംബാസഡർ അലക്സാണ്ടർ ഗ്രിഗോറിയോവിച്ച് ഇന്ത്യയുമായിട്ടുള്ള സംഘർഷങ്ങൾ എത്രയും വേഗം ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അത് വെറുമൊരു നയതന്ത്ര ഉപദേശമല്ല, മറിച്ച് ദക്ഷിണേഷ്യയിലെ സ്ഥിരതയും സമാധാനവും ഇന്ത്യയെ കേന്ദ്ര ബിന്ദുവാക്കി മാത്രമേ സാധ്യമാകൂ എന്ന റഷ്യയുടെ തന്ത്രപരമായ വിലയിരുത്തലിന്റെ തുറന്ന പ്രഖ്യാപനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ചരിത്രവും യാഥാർത്ഥ്യവും ഒക്കെ ചേർത്ത് വെച്ചാണ് റഷ്യ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. അത് ഓർത്താൽ ബംഗ്ലാദേശിന് നല്ലത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ദുർബലമാകുന്നത് ഒരു ഉഭയകക്ഷി പ്രശ്നമായി മാത്രം നിൽക്കില്ലെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ ദക്ഷിണേഷ്യൻ മേഖലയിലേക്കും വ്യാപിക്കുമെന്നും റഷ്യ വ്യക്തമായി ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അവഗണിച്ചോ അകറ്റിയോ മുന്നേറുന്ന ഏത് രാഷ്ട്രീയ വഴിയും ആ മേഖലയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായിട്ടുള്ള വെല്ലുവിളിയാകുമെന്ന് റഷ്യ തന്നെ തുറന്നു പറയുന്നു. അപ്പോൾ ഈ നിലപാടിലൂടെ ഇന്ത്യയെ ദക്ഷിണേഷ്യയിലെ സ്ഥിരതയുടെ തൂണായും ചരിത്രപരമായ ഉത്തരവാദിത്തമുള്ള ശക്തിയായിട്ടും റഷ്യ വീണ്ടും ഒരിക്കൽ കൂടി അന്താരാഷ്ട്ര വേദിയിൽ ഉയർത്തിപ്പിടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവരികയാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഖോസിൻ തന്റെ വാക്കുകൾക്ക് ചരിത്രപരമായിട്ടുള്ള ആഴം നൽകുന്നത്. ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഉയർന്നു വന്നത് ഇന്ത്യയുടെ നിർണായക സഹായത്താലാണ് എന്ന യാഥാർത്ഥ്യം ലോകം മറക്കരുത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്ന് ഇന്ത്യയുടെ നിലപാടിന് പിന്നിൽ ഉറച്ചുനിന്ന ശക്തികളിലൊന്നായിരുന്നു റഷ്യ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് റഷ്യ ബന്ധം വെറും നയതന്ത്ര കൂട്ടുകെട്ടല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ചരിത്രപരമായ സഹകരണത്തിന്റെ അടിത്തറയിലാണ് നിൽക്കുന്നത് എന്ന സന്ദേശമാണ് റഷ്യ എപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം, ജനക്കൂട്ട ആക്രമണങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എന്നിവ റഷ്യ ഗൗരവത്തോടു കൂടി വിലയിരുത്തുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ ലക്ഷ്യമാക്കി വരുന്ന വികാരങ്ങളും തെരുവ് പ്രതിഷേധങ്ങളും ബംഗ്ലാദേശിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പുറം രാജ്യങ്ങളെ കുറ്റപ്പെടുത്തി മറപിടിക്കുവാനുള്ള ശ്രമമാണ് എന്ന് അത്തരത്തിലൊരു വിലയിരുത്തലാണ് ഇന്ത്യക്കും റഷ്യക്കും ഉള്ളത് എന്നുള്ളതാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളാകുന്നത് ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ എന്ന യാഥാർത്ഥ്യം അതാണ് റഷ്യ ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിറ്റഗോങ്ങിലെ ഇന്ത്യയുടെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം ഈ അസ്ഥിരത എത്രത്തോളം അപകടകരമായിട്ടുള്ള ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്ന് വ്യക്തമാക്കുന്നു. തുടർന്ന് ഇന്ത്യ മിഷനിലെ വിസ സേവനങ്ങൾ നിർത്തിവെച്ചത് ഒരു കടുത്ത മുന്നറിയിപ്പായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് പ്രതികാരമല്ല, മറിച്ച് നയതന്ത്ര സ്ഥാപനങ്ങളുടെയും പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കുവാനുള്ള ഉത്തരവാദിത്തപരമായ നീക്കമാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ധാക്കയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന് ചുറ്റുമുള്ള സുരക്ഷാ സാഹചര്യം വഷളാകുന്നതിലും തീവ്രവാദ ഘടകങ്ങളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിലും ഇന്ത്യ ശക്തമായിട്ടുള്ള ആശങ്ക രേഖപ്പെടുത്തിയതും ഇതേ പശ്ചാത്തലത്തിലാണ് എന്ന് ഓർമ്മിക്കുക. ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപങ്ങൾക്കിടയിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഇന്ത്യയെ പ്രത്യേകമായിട്ട് ആശങ്കപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വരുമ്പോൾ നമുക്കറിയാമല്ലോ, മൈമൻ സിംഗിൽ ദീപു ചന്ദ്രദാസ് കൊല്ലപ്പെട്ട സംഭവം. ന്യൂനപക്ഷ സുരക്ഷ എന്ന വിഷയത്തിൽ ബംഗ്ലാദേശ് സർക്കാർ പരാജയപ്പെടുകയാണ് എന്ന വിമർശനങ്ങൾ ശക്തമാക്കുന്നതാണ്. ഇന്ത്യ ഈ വിഷയത്തിൽ ശബ്ദമുയർത്തുന്നത് ഇടപെടലായിട്ട് ചിത്രീകരിക്കുവാൻ ചിലർ ശ്രമിച്ചാലും മനുഷ്യാവകാശങ്ങളോടുള്ള നൈതിക ബാധ്യതയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. റഷ്യയും ഈ വിഷയങ്ങളിൽ പരോക്ഷമായിട്ട് ഇന്ത്യയുടെ നിലപാടിനോട് യോജിക്കുന്നതായിട്ടുള്ള നയതന്ത്ര വൃത്തങ്ങളുടെ വിലയിരുത്തൽ അടക്കം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റഷ്യയുടെ ആ സന്ദേശം സുവ്യക്തമാണ്. ഇന്ത്യയെ അകറ്റി നിർത്തിയുള്ള ഒരു ബംഗ്ലാദേശ് നയതന്ത്രം ദീർഘകാലത്തിൽ അവർക്ക് ദോഷം ചെയ്യുമെന്നുള്ള ഒരു സന്ദേശം.
ഇന്ത്യയുടെ ഏതെങ്കിലും മേഖലയിൽ സ്ഥിരതയുടെ തൂണും സാമ്പത്തിക മാനവിക സഹായങ്ങളുടെ പ്രധാന കേന്ദ്രവുമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുവാൻ ബംഗ്ലാദേശ് ഇനിയും ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടം, വലിയ തകർച്ച ആ രാജ്യത്തിനുണ്ടാകും. അതേസമയം ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന ഒരു ബംഗ്ലാദേശാണ് ദക്ഷിണേഷ്യക്ക് സമാധാനവും വളർച്ചയും ഉറപ്പാക്കുക എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യം തുറന്നു പറയുവാൻ മടിക്കാത്ത റഷ്യയുടെ നിലപാട് ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള അന്താരാഷ്ട്ര പിന്തുണകളിൽ ഒന്നായിട്ട് മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയോട് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാൽ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം അത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ്. അത് ഓർമ്മിക്കണം എന്ന് തന്നെയാണ് അലക്സാണ്ടർ ഗ്രിഗോറിയോവിച്ച് കോസ്, റഷ്യയുടെ അംബാസിഡർ, നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല, ബംഗ്ലാദേശിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയെ തൊട്ടാൽ ബംഗ്ലാദേശിന്റെ നാശം ഉണ്ടാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അത്. ഇന്ത്യയെ ആക്രമിക്കുവാൻ തയ്യാറെടുക്കുന്ന ബംഗ്ലാദേശിന് തകർച്ചയുടെ മുനമ്പിലാണ് നിങ്ങൾ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് ഒരു കൈ പൊക്കാൻ പോലും കഴിയാതെ നിൽക്കുന്ന ബംഗ്ലാദേശിന് സഹായിയായി എത്താൻ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായ രാജ്യമാണ് എന്നുള്ളത് മറന്നുപോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ ബംഗ്ലാദേശ് സ്വീകരിച്ചാൽ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ദക്ഷിണേഷ്യയിലെ ശക്തിയായി, ദക്ഷിണേഷ്യയിൽ ഈ പറയുന്ന പോലെ സമാധാനപരമായിട്ടുള്ള ബന്ധമുണ്ടാക്കി സമാധാനവും വളർച്ചയും ഉറപ്പാക്കുന്ന തരത്തിലേക്ക് ഒരു സംവിധാനമായി മാറുവാൻ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന സ്ഥിരതയുടെ തൂണും സാമ്പത്തിക മാനവിക സഹായങ്ങളുടെ പ്രധാന കേന്ദ്രവുമായിട്ടുള്ള ആ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്നത് ബംഗ്ലാദേശിന് അനുകൂല ഘടകങ്ങളാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അല്ലാതെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി മറ്റു വിധത്തിലുള്ള ഏതെങ്കിലും സൈനിക ശക്തികളുടെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ ഭീകരവാദികളുടെ സഹായത്തോടുകൂടി ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ബംഗ്ലാദേശ് തുനിഞ്ഞാൽ പിന്നെ ഉണ്ടാകില്ല, ബംഗ്ലാദേശ് തകർത്ത് തരിപ്പണമാക്കും ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.